PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസ് ഓഗസ്റ്റ് 1-നാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഫേസിൽ നമുക്കറിയാം എവിടുന്ന് എന്തൊക്കെയാണ് വന്നതെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇനി വരാനുള്ള, അതായത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്കറിയാം എവിടുന്ന് എന്തൊക്കെയാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത്. ന്യൂ SCERTയിലെയും ഓൾഡ് SCERTയിലെയും അതേപോലെ തന്നെ ന്യൂ NCERTയിലെയും ഓൾഡ് NCERTയിലെയും ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ആദ്യം ഇതെല്ലാം പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങളത് കണ്ണോടിച്ച് വിടുക അതിൽ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ, എല്ലാ ചാപ്റ്റേഴ്സും ഇല്ല, ഞാൻ ഇനിയും പറയുകയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് മാത്രമാണ് ഓൾഡ് SCERT, ന്യൂ SCERT, ഓൾഡ് NCERT, ന്യൂ NCERT. അപ്പം നമുക്കറിയാം എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ല ഈ എക്സാം നടന്നപ്പോൾ. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് നോക്കിയിട്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പിന്നെ ആ ഓരോ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നതിൻ്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇനി വരാൻ സാധ്യതയുള്ളത്, അതായത് നമ്മളൊരു കാര്യം അങ്ങനെ വരാൻ സാധ്യതയുള്ളത് നോക്കിയിട്ടാണ് ഞാനിവിടെ ഈ ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ NCERTയിൽ നിന്ന് തുടങ്ങാം. NCERTയിലെ +1 രാഷ്ട്രമീമാംസയിൽ ഇത് ഓൾഡ് NCERT ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ, അടുത്തത് 8ാമത്തെ ചാപ്റ്റർ പ്രാദേശിക ഗവൺമെൻറ്റുകൾ, 9ാമത്തെ ചാപ്റ്റർ ഭരണഘടന സജീവ പ്രമാണം എന്ന നിലയിൽ. ഇനി അടുത്തത് ഭാഗം 2 രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ വരുന്നതാണ്. നമുക്കറിയാം ഓരോ പോർഷനായിട്ടാണ്. ചാപ്റ്റർ 12 പൗരത്വം, ചാപ്റ്റർ 4 ഇന്ത്യ വിദേശ ബന്ധങ്ങൾ. ഈ പൗരത്വത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിലാണ് നമുക്ക് ആ പ്ലാൻസ് ഒക്കെ, എന്താ ബോംബെ പ്ലാനൊക്കെ വന്നില്ലായിരുന്നു, അപ്പോൾ അത് ഇതിൽ വരുന്നതാണ്. പിന്നെ ഭരണഘടന നമുക്കറിയാം, ഭരണഘടനാ ദിനം, അത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ആർട്ടിക്കിൾസ്, അതൊക്കെ ഇത് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിൽ നിന്നാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇത് വന്നില്ലേ, ബോംബെ പ്ലാനും അങ്ങനെയുള്ളത്. പിന്നെ അടുത്തത് ജനാധിപത്യ സംവിധാനം പ്രതിസന്ധികൾ, അത് 18ാമത്തെ ചാപ്റ്ററാണ്. ഇനി +2 ചരിത്രം, അതിൽ 11ാമത്തെ ചാപ്റ്റർ കലാപകാരികളും രാജ്യവും 1857 കലാപം ചിത്രീകരണം, 14ാമത്തെ ചാപ്റ്റർ ആധുനിക പൂർവ്വ കേരളം സമ്പദ് വ്യവസ്ഥ. മനസ്സിലായല്ലോ. ഇനി +1 ഗാന്ധിയൻ പഠനം, അതിൽ ചാപ്റ്റർ 1 ഇന്ത്യ സാംസ്കാരിക പൈതൃകം. അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് പോസ്റ്റ് അടിച്ചിട്ട് എഴുതി നോക്കിക്കോ. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് +1ഉം +2ഉം ഓൾഡ് SCERT, NCERT, ന്യൂ NCERTയും കൂടെ ചേർന്നതാണ്. ഇനി അടുത്തത് ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് +2ലെ ഗാന്ധിയൻ പഠനത്തിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഹിന്ദ് സ്വരാജ്, അത് ചാപ്റ്റർ 1 ആണ്. ഇനി അടുത്തത് +1 ജേർണലിസം, അതിൽ നിന്ന് വരുന്നതാണ് അധ്യായം 4 മലയാള പത്രപ്രവർത്തനം ആവിർഭാവവും വളർച്ചയും. നമുക്കറിയാം മലയാള പത്രപ്രവർത്തനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് +1ലെ എക്കണോമിക്സ് ആണ്. അതിൽ അധ്യായം 2 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇതിലും മറ്റേ പ്ലാൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അധ്യായം 2 സർക്കാർ ബജറ്റ് സമ്പദ്ഘടന, നമ്മുടെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിലുണ്ട്. ഇനി ന്യൂ SCERT, അപ്പോൾ NCERT ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ജോഗ്രഫിയൊക്കെ ഉണ്ട്. ന്യൂ SCERTയിൽ കേരള ഹിസ്റ്ററിയിൽ വരുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 4 അനീതിയിൽ നിന്നും നീതിയിലേക്ക്. ഇത് നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഇനി അടുത്തത് ചാപ്റ്റർ 8 ക്ലാസ് 8 ദേശീയ പ്രസ്ഥാനവും കേരളവും. പിന്നെ അടുത്തത് അതിൻ്റെ തന്നെ ഓൾഡ് SCERTയിൽ ക്ലാസ് 7 ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി. ഓൾഡ് SCERTയിലാണ് ഇത് ന്യൂ SCERTയിലാണ്. ക്ലാസ് 10 ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. പിന്നെ അടുത്തത് NCERT, വീണ്ടും NCERT. ഇത് ന്യൂ NCERTയിലെയാണ്, മറ്റേത് ഓൾഡ് NCERTയിലെയാണ്, ഇത് ന്യൂ NCERTയിലെയാണ്. കേരള ഹിസ്റ്ററി ക്ലാസ് 12 ആധുനിക പൂർവ്വ കേരളം സമ്പദ് വ്യവസ്ഥ. പിന്നെ ചാപ്റ്റർ 14 ആധുനിക പൂർവ്വ കേരളം സമ്പദ് വ്യവസ്ഥ. അടുത്തത് 15 കേരളം ആധുനികതയിലേക്ക്, ന്യൂ NCERT ആണ് കേട്ടല്ലോ, കേരള ഹിസ്റ്ററി. അടുത്തത് ഇതൊക്കെ തന്നെ പറയുന്നത് ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലും ചോദിച്ചിരിക്കുന്നത്, ഈ പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ക്ലാസ് 9 ന്യൂ SCERTയിലെ ബയോളജി പാർട്ട് 1 ചാപ്റ്റർ 1 ജീവൽ പ്രക്രിയ, ചാപ്റ്റർ 2 ദഹനം പോഷക സംവഹനം. അടുത്തത്
സോഷ്യൽ സയൻസ് 2 ഭാഗം 1 ക്ലാസ് 9 അത് ജോഗ്രഫിയിൽ വരുന്നതാണ്. അതായത് സോഷ്യൽ സയൻസ് നമുക്ക് 9ാം ക്ലാസ്സിലോട്ട് വരുമ്പോൾ 2 പാർട്ടാണ്. അതിലൊരു പാർട്ട് ഹിസ്റ്ററി. ആ ഹിസ്റ്ററിയിൽ നമുക്ക് അധികം നോക്കേണ്ട കാര്യമില്ല, ഉണ്ട്. എന്നാലും ഫസ്റ്റും സെക്കൻഡും ചാപ്റ്ററൊക്കെ നമുക്ക് വേണ്ടാത്ത, അതായത് എല്ലാ LGSന് വേണ്ടാത്തതാണ്. കാര്യം അശോകൻ, ശ്രീബുദ്ധൻ, മഹാവീരൻ, പിന്നെ ബുദ്ധ ജൈന മതങ്ങൾ അങ്ങനെയുള്ളതാണ്. പിന്നെ അതിൽ ഒരെണ്ണം 5 വണ്ണം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് അതിൽ വരത്തില്ല. അതിനു മുന്നേ ഉള്ള കാലഘട്ടത്തിനെ കുറിച്ചാണ് ക്ലാസ് 9ാം ക്ലാസ്സിൽ ഫസ്റ്റ് സെക്കൻഡും ചാപ്റ്റർ. അപ്പം നമ്മൾ അത് നോക്കണ്ട. ഈ 5 വണ്ണമൊക്കെ വരുന്നത് പിന്നെ കേരള ഹിസ്റ്ററിയിലാണ് ഈ 5 വണ്ണം വരുന്നത്. നമ്മൾ അതിന് മുന്നേ ഉള്ളതിൽ ചോദിച്ചിട്ടില്ല, നമുക്കത് വേണ്ട. കാര്യം സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ട്, ഇത് സോഷ്യൽ സയൻസ് സെക്കൻഡ്, ജോഗ്രഫിയാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ക്ലാസ് 9 ചാപ്റ്റർ ഫസ്റ്റ് ലോകത്തിൻ്റെ നെറുകയിൽ, ചാപ്റ്റർ 2 വിശാല സമതല ഭൂവിൽ, ചാപ്റ്റർ 3 ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഓക്കെ, ഇനി നമുക്ക് സയൻസിലോട്ട് വരാം. കെമിസ്ട്രി ക്ലാസ് 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് ലോഹങ്ങളും അലോഹങ്ങളും. മനസ്സിലായല്ലോ? നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ എഴുതുക. ഓക്കെ, അടുത്തത് ഇനി ക്ലാസ് 8 അത് ഫിസിക്സ്. അളവുകളും ചാപ്റ്റർ ഫസ്റ്റ് അളവുകളും യൂണിറ്റുകളും നമ്മുടെ 7 അടിസ്ഥാന SI യൂണിറ്റ്സുകൾ, പിന്നെ അത് MKSന്ന് SI യൂണിറ്റ്സിലോട്ട് മാറിയ കാര്യങ്ങൾ എന്ന് വേണ്ട സകല കാര്യങ്ങളും ഈ ചാപ്റ്ററിലുണ്ട്. നമ്മൾ ആ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. നമുക്ക് നല്ലൊരു ഇതായിട്ട് നമുക്ക് തോന്നും. കാര്യം എല്ലാ അളവുകളും അതിൻ്റെ യൂണിറ്റുകൾ MKS യൂണിറ്റിൽ നിന്ന് ഇതിലോട്ട് മാറ്റി. MKS യൂണിറ്റ് SI യൂണിറ്റ് ആയതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലുള്ള സകല കാര്യങ്ങൾ ഈ ഫിസിക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ചലനവും ബലവും, അത് നമുക്കറിയാം. ചലന സമവാക്യങ്ങളുമായിട്ട് ചലന സമവാക്യങ്ങൾ അതിലങ്ങനെ കൊടുത്തിട്ടില്ല, ചില സമവാക്യങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷെ അത് ഏതെങ്കിലും നമ്മുടെ അപകേന്ദ്ര ബലം, അഭികേന്ദ്ര ബലമൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. ഈ ഫിസിക്സിലെ ഈ പാഠത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇനി അടുത്തത് ബയോളജി എന്താണ് 7ാമത്തെ ചാപ്റ്റർ ക്ലാസ് 8, അതായത് നട്ടു നനയ്ക്കാൻ നന്മകൾ കൊയ്യാൻ, നമ്മുടെ പല രീതിയിലുള്ള കൃഷി രീതികളിലെ ഫെർട്ടിഗേഷൻ, അത് പിന്നെ എന്താണ് നമ്മുടെ റിലേ ക്രോപ്പിങ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ചാപ്റ്റർ 9 കോശങ്ങളും കോശജാലങ്ങളും. അപ്പോൾ അറിയാമല്ലോ, ചാപ്റ്റർ 9 കോശങ്ങളും കോശജാലങ്ങളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി നോക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ എല്ലാം ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം വരുന്ന പൊതുവായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. എല്ലാം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഒന്നും ഉൾപ്പെടുത്താത്തത് മറ്റൊന്നും കൊണ്ടല്ല, പിന്നെ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒത്തിരി വലുതാവുകയും ചെയ്യും. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ ഒരുപാട് നേരം ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇത് ഞാനൊരു പ്രൂഫ് കാണിക്കുകയാണ്. ഇത് ഓൾഡ് NCERTയിലാണ്. റാഫി അഹമ്മദ് ഖുദ്വായി, ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിലെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി. നമുക്കറിയാം ഇത് ഇതിൽ നിന്ന് വന്നതാണെന്ന്. മനസ്സിലായാലും ഇത് NCERT ആണ്. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്ന NCERTയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊക്കെ പഠിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.